അതിരന്നൂർ കാവുള്ള ഒരു ആശ്രമവുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ ഇപ്പം നിലനിൽക്കുന്നുണ്ട്. അവിടെ ഒരു ആശ്രമത്തിലെ സ്വാമിയെ ജീവസമാധി ഇരുത്തി എന്നാണ് മക്കൾ പറയുന്നത്. അത് ഇവിടെയാണ്. അതിൻ്റെ കാവും ആശ്രമ പരിസരവും ഒക്കെ ഇവിടെ നമുക്ക് കാണാം. ഇത് ആൾറെഡി കവേർഡാണ്. സമാധി ഇരുത്തിയ സ്ഥലം പോലീസ് സീല് ചെയ്തിരിക്കുന്നതാണ്. മാധ്യമപ്രവർത്തകരൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. ശ്രീ ഗോപൻ സ്വാമി എന്നാണ് ആ സ്വാമിയുടെ പേര്. ഇതാണ് സ്വാമിയുടെ കോവില്. ഇവിടുത്തെ സ്വാമിയാണ് സമാധിയായ വിഷയവുമായിട്ട് ഒരു ഇഷ്യൂ നടക്കുന്നത്. ആ സമാധിയായ സ്ഥലത്ത് വന്ന് ഹിന്ദുത്വത്തെ വ്രണപ്പെടുത്തുക എന്നതാണ് അവർ ചെയ്തിട്ടുള്ളത്. ഇതൊന്നും കോടതി അംഗീകരിച്ചില്ല. കോടതി അംഗീകരിക്കുകയല്ല. അതാണ് അവിടുത്തെ ഞാൻ തീർച്ചയായിട്ടും കോടതിയും നിയമങ്ങളെ എല്ലാരെയും ഞാൻ മാനിക്കുന്നുണ്ട്. വളരെയധികം ബഹുമാനത്തോടെ തന്നെയാണ് ഞാൻ മാനിക്കുന്നത്. ഞാൻ ഇനി പറഞ്ഞു തരാം. ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കുന്ന ഞങ്ങള് ഫുൾ മീഡിയ ചാനലില് ഞാനും അനുജനും അമ്മയും അവരെല്ലാരും ഒരുമിച്ച് ചേർന്നിരുന്ന് സത്യസന്ധമായിട്ടുള്ള വാക്കുകൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഫുള്ളായിട്ട് മീഡിയ ലൈവായിട്ട് വിട്ടിട്ടില്ല. അതിനെ എഡിറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞുതരാം. ഓരോരുത്തർക്കും ഞാൻ പറഞ്ഞുതരാം. ഓരോ അച്ഛനും ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ചോദിക്കുന്ന ഒരു ചോദ്യമല്ലേ, അതുണ്ടോ? ഞാൻ പറഞ്ഞു തരാം. ഓരോരുത്തർക്കും ഓരോ പ്രശ്നം വരുമ്പോഴേ അറിയാൻ പറ്റുകയുള്ളൂ. ഈ നാടിന്റെ നിയമം നമ്മൾ അംഗീകരിക്കാൻ ബാധ്യസ്ഥരില്ലേ? നിങ്ങൾ പൗരനാണ്, ഞാനും പൗരനാണ്. നാളെ രാവിലെ എന്റെ അച്ഛന്റെ മരണവുമായി ബന്ധപ്പെട്ട് എന്റെ മരണ സർട്ടിഫിക്കറ്റ് ചോദിക്കുമ്പോൾ അത് ഞാൻ കൊടുക്കില്ല, അല്ലെങ്കിൽ എനിക്കതൊന്നും ബാധകമല്ല എന്ന് പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞല്ലോ, എന്റെ അച്ഛന്റെ മരണമല്ല അത്. എന്റെ അച്ഛൻ്റെ അത് മരണമല്ല. എന്റെ അച്ഛൻ്റെ അത് സമാധിയാണ്. അച്ഛനെന്ന് പറഞ്ഞാൽ ഹിന്ദു ആചാരം അനുസരിച്ച് അച്ഛന് സമാധി. എത്രയോ സന്യാസി ശ്രേഷ്ഠന്മാർ ജീവിച്ചിരിക്കുന്ന നാടാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ എന്റെ അച്ഛൻ മരിച്ചതല്ല. എന്റെ അച്ഛൻ മരിച്ചതല്ല. എന്റെ അച്ഛൻ സമാധി ആയതാണ്. ഇപ്പോ ഞാനൊരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്. ഇപ്പൊ ഒരു സാധാരണ ഒരു വീട്ടിലുള്ള ഒരാള് ഞാൻ സമാധിയായി എന്ന് പറഞ്ഞ് ഒരിടത്ത് കൊണ്ട് ഇരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വിശ്വസിക്കാം, അതിൽ നിങ്ങൾക്ക് നോക്കാം. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഈ ക്ഷേത്രം ഇവിടെ വന്നിട്ട് ഏകദേശം 30 വർഷത്തോളം പറയുന്നതൊന്നും മനസ്സിലാക്കണം. സമാധി ആവട്ടെ മരണമാവട്ടെ ഒരാളെ കാണാനില്ല. ആ കാണാനില്ല എന്ന കാര്യമാണ് പോലീസ് അന്വേഷിക്കുന്നത്. ഒരാൾ മിസ്സിംഗ് ആണ്. അപ്പോൾ അത് എവിടെയെന്ന് കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം പോലീസിനുണ്ട്. അതുമായി അപ്പൊ നിങ്ങൾ പറയുന്നു ഈ കാണാനില്ല എന്ന് പോലീസ് പറഞ്ഞ കക്ഷി സമാധിയായെന്ന്. അപ്പോൾ അവിടെ അദ്ദേഹം ഉണ്ടോ, എന്താണ് സംഭവിച്ചത് എന്ന് അറിയണ്ടേ? അതിന് അവരുമായി പോലീസുമായി സഹകരിക്കേണ്ടതാണ് കോടതി ചോദിച്ചത്. ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ആള് കാണാനില്ല എന്ന് പറഞ്ഞു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത് കാണാനില്ലെന്ന് പറഞ്ഞ ആളുടെ പേരെന്താ? ആ പേരെന്താ? അതാണ് ഗോപൻ സ്വാമി. നൽകിയ പരാതിയാണ്. പരാതി അവിടെ ആയിക്കോട്ടെ. ഞാനിപ്പോ ഒരു കാര്യം ചോദിക്കുന്നത്, ഇപ്പോ ആളിനെ കാണാനില്ലെന്നല്ലേ പറഞ്ഞ, ഈ പരാതി നൽകിയതാരാ? ഞാൻ അതാ ചോദിച്ചത്. ഈ ഹിന്ദുത്വത്തെ ഈ ഹിന്ദു അമ്പലത്തെ വ്രണപ്പെടുത്താനാണ് തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം പറഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടോ? മരണപ്പെട്ടതാണ് അല്ലെങ്കിൽ സമാധിയായതാണ്. ഇത് ലീഗലി തെളിയിക്കാനുള്ള എന്തെങ്കിലും സാധനം കുടുംബത്തിന്റെ കൈവശമുണ്ടോ? ഹൈക്കോടതി ചോദിച്ചിരിക്കുന്ന അതാണ്. മരണപ്പെട്ടു എന്ന് തെളിയിക്കാൻ എന്തെങ്കിലും കാര്യം നിങ്ങളുടെ കുടുംബത്തിന്റെ കയ്യിലുണ്ട്? നിങ്ങളുടെ ഭാഷയിൽ സമാധി ആയിക്കോട്ടെ, എന്താണെങ്കിലും ആയിക്കോട്ടെ, ആ വ്യക്തി ഇവിടെ ഉണ്ടോ? ഇല്ല. ഇത്രയും വർഷക്കാലം ജീവിച്ചിരുന്ന ഒരാൾ എവിടെയാണ്? അതാണ് ചോദ്യം. അവിടെ ഇരിക്കുന്നത് താങ്കളുടെ. ഇപ്പൊ ഞാൻ പറഞ്ഞറിയാം, ഇന്നലെ ഏഷ്യാനെറ്റിൽ നിന്നും 24 നൈറ്റ്
ലൈവ് ഉണ്ടായിരുന്നു. അതില് ഇപ്പൊ ആള് മിസ്സിംഗ് ആണെന്നുണ്ടെങ്കിൽ എന്തുമാത്രം ടൂൾ ഉണ്ട്, സ്കാനറില്ലേ, അതിൽ വെച്ച് ചെക്ക് ചെയ്ത ഞാൻ പറഞ്ഞുതരാം. അത് തീർച്ചയായിട്ടും കണ്ടെത്താൻ പറ്റുമല്ലോ, തീർച്ചയായിട്ടും കണ്ടെത്താൻ പറ്റും. കോടതി വിധി അംഗീകരിക്കുന്നുണ്ടോ? എനിക്കത് ഫുള്ളായിട്ട് ഇപ്പോ അംഗീകരിക്കാനായിട്ട് എനിക്ക് സാധ്യമല്ല. അപ്പൊ അന്വേഷണവുമായി തുടർന്ന് സഹകരിക്കില്ല. അവരന്വേഷിക്കട്ടെ അന്വേഷണത്തിന് അവരന്വേഷിക്കട്ടെ. സമാധി പൊളിച്ച് പരിശോധിക്കാൻ അനുവദിക്കില്ല. ഇനി സമാധി അത് തുറന്ന് പരിശോധിക്കണമെന്നാണല്ലോ പോലീസ്. ഞാൻ പറഞ്ഞു തരട്ടെ ചേട്ടാ, ഇതിപ്പോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു അത് എത്രയോ വർഷപ്പെട്ടുള്ള ക്ഷേത്രത്തിലെ പൂജാരിയാണ്. ആ പൂജാരിക്ക് എവിടെയെന്നുള്ളതാണ് ചോദ്യം. ഞാൻ പറഞ്ഞല്ലോ മക്കളായിട്ടുള്ള എന്റെ ഞാൻ പറഞ്ഞുതരാം. അച്ഛന്റെ മക്കളായ 2 മക്കളും പറഞ്ഞിട്ടുണ്ട്, അമ്മയും പറയുന്നുണ്ട്. ചേട്ടാ, ഹിന്ദു ആചാരം അനുസരിച്ച് അച്ഛന്റെ വാക്കുകൾ മക്കളത് തീർപ്പാക്കുന്നേ ഉള്ളൂ. അച്ഛന്റെ ആഗ്രഹം മക്കൾ നിറവേറ്റി പൂർത്തീകരിച്ചുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത്. അതിലാണ് അവിടെയാണ് ചോദിച്ചില്ല. ചേട്ടാ, ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോ എന്ന് പറഞ്ഞാൽ അച്ഛൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുന്നേറെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ സമാധി ആവുന്ന ദിവസം നിങ്ങൾ തന്നെയാണ് എന്റെ കർമ്മങ്ങൾ ചെയ്യേണ്ടത്. ആ കർമ്മങ്ങൾ ചെയ്യുമ്പോ നിങ്ങൾ രണ്ടുപേരും മാത്രം മതി. എന്റെ കർമ്മങ്ങൾ നിങ്ങൾ തന്നെ പൂർത്തിയാക്കിയതിനു ശേഷം നിങ്ങൾ ആരെ അറിയിക്കുകയോ അറിയിക്കുകയോ ഇല്ല, ഞാനിവിടെ ഇല്ല. ചേട്ടാ, ഒരു കാര്യം ചോദിച്ചോട്ടെ. എനിവേ കോടതിയുടെ ഡിസിഷൻ ലാ ആൻഡ് ഓർഡറിൽ വരുന്നതാണ്. അപ്പൊ അവർക്ക് ആ ഒരു തീരുമാനവുമായിട്ട് പോലീസിന് മുന്നോട്ട് പോകേണ്ടി വരും. അപ്പൊ അതിനോട് എന്ത് പറയുന്നു പ്രതികരണം? എന്റെ പ്രതികരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഇല്ലാത്ത കഥകൾ കെട്ടിച്ചമച്ച് ഉണ്ടാക്കിയ ആളിന്റെ പേരിന് കേസ് നടപടി എടുക്കണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അതായത് നാട്ടുകാർ വിളിച്ച് സ്റ്റേഷനിൽ കുറെ പേര് കംപ്ലൈന്റ് ചെയ്തെന്ന് പറഞ്ഞു. ആ കംപ്ലൈന്റ് ചെയ്തിട്ടുള്ള അവരുടെ മൊബൈൽ നമ്പർ, ആ ഡേറ്റിന്റെ ടൈം, ഇത് എടുക്കണം. അപ്പൊ ഇത് ആരാണ് കംപ്ലൈന്റ് ചെയ്തെന്ന് അറിയാൻ പറ്റും. ഇപ്പോ ഇത് പോലീസും പറയുന്നുണ്ട് നാട്ടുകാരാണ് സ്റ്റേഷനിൽ വിളിച്ച് കംപ്ലൈന്റ് കൊടുത്തെന്ന് പറഞ്ഞു. അപ്പൊ വിളിച്ച ആളിന്റെ ഫോൺ നമ്പർ ഇതാരാണ് എന്ന് ഫുള്ള് സെർച്ച് ചെയ്യട്ടെ. അല്ല, അതിന്റെ ആവശ്യകത എന്താണ്? അതിന്റെ ആവശ്യകത എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഹിന്ദു ആചാര്യം അനുസരിച്ച് എന്റെ അച്ഛന്റെ ആഗ്രഹപ്രകാരം എന്റെ അച്ഛന്റെ സമാധി കർമ്മങ്ങൾ ഞാൻ പൂർത്തിയാക്കി. അപ്പോ ഇത് ആർക്കാണ് ഇത്ര ഈ ക്ഷേത്രത്തോട് എന്താ പറയാ ഈ ക്ഷേത്രത്തെ വ്രണപ്പെടുത്താനായിട്ട് ഇത് ആർക്കാണ് ആഗ്രഹം? ഈ മരണം അറിയാത്ത നിങ്ങളുടെ അയൽവാസിയല്ലേ ഇത് കൊടുത്തത്? ഈ സംഭവം അറിയാത്ത നിങ്ങളുടെ തൊട്ട് മേലുള്ള അയൽവാസി വിശ്വംഭരനാണല്ലോ ഈ പരാതി കൊടുത്തത്. അതെ വിശ്വംഭരെ ഇത് ഞാൻ പറയാം. ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിശ്വംഭരെ ഇപ്പൊ ഞങ്ങളുടെ ശത്രു ആയത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ക്ഷേത്രത്തിന്റെ സൈഡിൽ കൂടെ വഴി ചോദിച്ചു. അതൊക്കെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കോടതിയിലേക്ക് ഈ കാര്യങ്ങൾ വന്നു. ഈ അച്ഛൻ സമാധിയായതിന്റെ പടമോ ഫോട്ടോയോ അങ്ങനെ എന്തെങ്കിലും എടുത്തു വെച്ചിട്ടുണ്ട്? എന്തെങ്കിലും വീഡിയോയോ? കാരണം നിങ്ങളുടെ ഭാഗം ന്യായീകരിക്കേണ്ടത് നിങ്ങളുടെ മാത്രം ചുമതലയാണ്. അങ്ങനെയാണ് ഇപ്പൊ സംശയത്തിന്റെ തലയിൽ നിർത്തിയിരിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ഇപ്പം ആള് തന്നെ ഇല്ല എന്ന് പറയുമ്പോൾ ആളുകൾ അതാണ് പറയുന്നത്, ഇവിടെ ഇന്നലെ വരെ ജീവിച്ചിരുന്ന ഒരാൾ ഇപ്പൊ ഇല്ല എന്ന് പറയുമ്പോൾ അതിന് തെളിയിക്കാൻ കഴിയുന്ന തരത്തിൽ ഫോട്ടോയോ ദൃശ്യമോ എന്തെങ്കിലും എടുത്തു വെച്ചിട്ടുണ്ടോ? അതിന് അങ്ങനെ ഫോട്ടോസ് ഒന്നും എടുത്തു വെച്ചിട്ടില്ല. അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ പെട്ടെന്ന് അങ്ങനെ ഓർത്തിട്ടുമില്ല. അങ്ങനെ ഒരച്ഛനെ നമ്മളെ വിട്ട് ഇങ്ങനെ ഭഗവാനില് ലയിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ ആ പൂജാ കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങനെ അതെ അന്ന് ആലോചിക്കണം. ഇത്രയും സുഗന്ധദ്രവ്യങ്ങളും പൂജാ സാധനങ്ങളും വാങ്ങാനായിട്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ല, ഇത്രയും മണിക്കൂർ നമ്മളെടുക്കാത്ത കാവടി ഒന്നുമില്ല. പക്ഷെ വന്നേ ഉള്ളൂ. പക്ഷെ എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസത്തിന് കാത്തിരുന്നു. അന്ന് സ്വർഗവതി അന്നത്തെ ഒരു ദിവസത്തിന് വേണ്ടി ഇവര് കൊണ്ട് വച്ചത് നല്ല പേര് സ്വാമിയുടെ ആ വീട്ടിൽ നിന്ന് സ്വാമി നടന്നു വന്ന ദൂരമാണത്. ഏകദേശം 100-150 മീറ്റർ ദൂരം വരും സ്വാമി നടന്ന് എണീറ്റ് വന്നു എന്ന് പറയുന്നത്. ഇതാണ് സ്വാമിയുടെ വീട്. ഇപ്പോൾ ഇവിടെ താമസക്കാരൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. ആരും കാണുന്നില്ല.
ഇവിടെ വന്ന് മുട്ടി വിളിച്ചനൊക്കെ ആരും വാതിൽ തുറക്കുന്നില്ല. കാരണം ഇതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയാൻ എല്ലാവർക്കും ഇപ്പൊ മടിയുണ്ട്. കോടതിയിലെ പരിഗണനയിൽ വന്ന ഒരു കേസാണ്. സ്വാമി സമാധിയായതാണ്, ജീവസമാധി ആയതാണെന്ന് കുടുംബാംഗങ്ങളും, എന്നാൽ ജീവസമാധി ആയതല്ല എന്ന് നാട്ടുകാരും തർക്കിക്കുന്ന ഒരവസരത്തിലാണ് നിയമത്തിന്റെ പരിഗണനയിൽ ഈ കേസ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരും വന്ന് സംസാരിക്കാൻ തയ്യാറാവുന്നില്ല. നമ്മൾ വന്ന വഴി അങ്ങ് ദൂരെ ആ സ്കൂട്ടർ നിൽക്കുന്ന അതുവഴിയാണ് ഇങ്ങോട്ട് ഇറങ്ങി വരേണ്ടത്. ആറാലും മൂട് നിന്ന് വരുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് തിരിയുക, വിവേകാനന്ദ സ്കൂള് ലയൻ. ഈ അമ്പലത്തിന്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു തീർത്ഥ കിണറുണ്ട്. നമ്മളിപ്പോൾ ഈ അമ്പലത്തിന്റെ ബാക്കിലാണ്. അപ്പോൾ ഇങ്ങോട്ട് വരാൻ കാരണം ഈ അമ്പലത്തിന്റെ മൊത്തത്തിലൊരു വ്യൂ നമുക്കിങ്ങനെ കാണാൻ പറ്റുമെന്നുള്ളത് കൊണ്ടാണ്. വൃത്താകൃതിയിൽ ചെയ്ത ഒരു ശിവരൂപം എന്ന പ്രതിഷ്ഠയുള്ള ഒരമ്പലമാണിത്. നമുക്ക് കാണാം ദൂരെ ആ ടാർപ്പ കൊണ്ട് മറച്ചിരിക്കുന്നിടത്താണ് സ്വാമിയുടെ സമാധി. സ്വാമിയുടെ സമാധി ഇതാണ്. നമ്മുടെ ഗോപൻ സ്വാമി ഈ സമാധിക്കുള്ളിൽ ഉണ്ട്. അപ്പോൾ ഈ സ്വാമിക്ക് എന്താണ് പറ്റിയത് എന്നറിയണം. ഫുള്ളി കവേർഡാണിത്, സിമന്റ് ഇട്ട് നന്നായി കവർ ചെയ്തിരിക്കുന്നു. ഇതൊരു ഏതോ ഒരു വലിയ മരമാണ്. ഇത് ഏത് മരമാണെന്ന് നോക്കണം. അതിന്റെ തണലിലാണ് ഈ സമാധി ഒരുക്കിയിരിക്കുന്നത്. ഈ ഇവിടെയാണ് ഈ സമാധി. ഈ സമാധിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇതിന്റെ പഴയ ആദ്യ ഭാഗം ആൾറെഡി കെട്ടിയതാണ്, രണ്ടാമത് പുതുതായി കെട്ടി അടച്ചിരിക്കുന്നതുമാണ്. ഇവിടെയൊക്കെ പോലീസ് അതിന്റെ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഫർദർ നടപടികൾക്ക് വേണ്ടിയിട്ടാണ്. അമ്പലത്തിന്റെ ലെഫ്റ്റ് സൈഡും സ്വാമി ഇപ്പോൾ താമസിച്ചുകൊണ്ടിരുന്ന വീടും നമുക്കിങ്ങനെ കാണാം. ഇതാണ് സ്വാമി ഗോപൻ സ്വാമി താമസിച്ചുകൊണ്ടിരുന്ന വീട്. അവിടെ നിന്നാണ് സ്വാമി നടന്ന് ഇറങ്ങി വന്ന് ഈ സ്ഥലത്ത് സമാധിയായത്, ജീവസമാധിയായത് എന്നാണ് പറയുന്നത്. ഹിന്ദുവിന്റെ ക്ഷേത്രത്തെ ബലപ്പെടുത്താനായിട്ട് വന്നത് തന്നെയാണ്. അവര് വിചാരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ രണ്ടുപേരെയും ഇല്ലാതാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നാളുടെ ആ കാവിനെ, ആ ക്ഷേത്രത്തെ പൊളിച്ചു മാറ്റാമല്ലോ, പിന്നെ ആരും വന്ന് ചോദിക്കത്തില്ലല്ലോ. അതാണ് അവർ വിചാരിച്ചത്. വ്യാഴാഴ്ച രാവിലെ അച്ഛൻ സമാധിയാകുന്നു എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി സമാധി കിടത്തിപ്പോയിരുന്നു അല്ലേ? അതിനെക്കുറിച്ച് എന്താണ്? വ്യാഴാഴ്ച രാവിലെ അച്ഛൻ സമാധിയാകുന്നു എന്ന് വീട്ടുകാരോട് പറഞ്ഞിട്ടാണോ പോയിരുന്നത്? അത് വ്യാഴാഴ്ച ദിവസം അനുജനും അച്ഛനും ക്ഷേത്ര നട തുറന്നിട്ടുണ്ടായിരുന്നു. ക്ഷേത്ര നട തുറന്നിട്ടുണ്ടായിരുന്നു. ക്ഷേത്ര പൂജാവിധികളും എല്ലാം നടന്നതിന് ശേഷം അച്ഛനും അനുജനും എല്ലാവരും നേരെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം അച്ഛൻ അനുജനോട് പറഞ്ഞു, മക്കളെ ഞാൻ ധ്യാനിക്കാൻ പോവുകയാണ്, ഞാനൊന്ന് സമാധിയാവും എന്ന് പറയുകയാണ്. കറക്റ്റ് 10 മണിയായപ്പോൾ അച്ഛൻ ധ്യാനത്തിൽ ഇരിക്കുന്നു, അനുജൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. അമ്മയൊക്കെ ഉണ്ടായിരുന്നു, അമ്മയൊക്കെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം 11:30 മണിയായപ്പോൾ തന്നെ അച്ഛൻ സമാധി. അതെങ്ങനെ നിങ്ങൾ സ്ഥിരീകരിച്ച അച്ഛൻ സമാധിയായി എന്നുള്ളത്?